പോകുമെന്ന് ഉറപ്പിച്ചിരുന്നുവെന്ന് ഷാനവാസ് ആതിരയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആതിര പറയാണ്, ആ ഉറപ്പിച്ചിരുന്നു, ഞാനും അഭിലാഷേട്ടനും. ഞാൻ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പം ഷാനവാസ് പറയാണ്, ഞാൻ അഭിലാഷേട്ടൻ പോകുമെന്ന് വിചാരിച്ചിരുന്നില്ല. എനിക്ക് തോന്നിയായിരുന്നു ഞാൻ അഭിലാഷ് ലക്ഷ്മി സാബു. ആതില പറയുന്നുണ്ട്. ജിഷിൻ ചേട്ടൻ പോകുന്നത് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ലെന്ന് ആതില പറയുന്നുണ്ട്. പക്ഷെ നീ പോകുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അടുത്ത പ്രാവശ്യം പോകുമെന്ന് ആതില ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം ആതില പറയാം, അതാണ് അടുത്ത ആഴ്ച വരെ പോകുന്നോ പോത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, പിന്നെ പോയി കഴിഞ്ഞിട്ട് പറയാൻ പറ്റുമോ, അത് നിൻ്റെ ഈ ആഴ്ചത്തെ നല്ല നടപ്പ് പോലെ ഇരിക്കുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഞാനിപ്പം നിങ്ങളോട് നിൽക്കുന്നത് പോലൊന്നും ആണുങ്ങളോട് നിൽക്കണമെന്നില്ല. പുള്ളിക്ക് അങ്ങനെ നിൽക്കാൻ അറിയില്ലെന്ന് ആതില പറയുന്നുണ്ട്. പുള്ളി ഇങ്ങനെ നടന്ന് ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി അങ്ങ് ഓവറായിട്ട് മെച്യൂർഡായി പോയി. അപ്പോൾ ഇനി അത് പുള്ളി ഒരു സീരിയസ് ക്യാരക്ടറായിപ്പോയി. ഇനി അത് ലൂസാക്കി വിടാൻ ഓവർനൈറ്റ് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലെന്ന് ആതില പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, ഉപ്പ മരിച്ചതിന് ശേഷമേ ഞാനിങ്ങനെ കൈവെള്ളയിൽ ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്നതാണ് വീട്ടിൽ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എല്ലാവരും അതുപോലെ ആവണമെന്നില്ല, എനിക്കുണ്ടാവുന്ന ഫീല് വേറെയാണ്, അവൻ്റെ കാഴ്ചപ്പാട് വേറെയാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ആളിന് സ്നേഹമുണ്ട്, ഉള്ളിലുണ്ട്, പക്ഷേ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓപ്പൺ നോമിനേഷൻ ആയാലും പുള്ളി തുറന്ന് പറയും. നോമിനേഷൻ ചെയ്യുന്നതിനകത്തൊന്നും എനിക്ക് വിഷയമല്ല, അത് ഞാൻ പറഞ്ഞ് തിരുത്തി. നോമിനേഷൻ ചെയ്ത സമയത്തെ കാര്യം ഞാൻ പുള്ളിയോട് പറഞ്ഞ്, ഏട്ടാ എനിക്ക് ഇങ്ങനെയുള്ള കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞ് തിരുത്തിയെന്ന് ആതില പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, ആൾ ഗെയിമായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് പറയുന്നുണ്ട്, പുള്ളിയായിട്ടുള്ള വഴക്ക് മാറ്റണമെന്നുള്ള കാര്യമാണ് പറയുന്നത് ആതിലയോട്. അനീഷും ആതിലയും കൂടെ എപ്പോഴും വഴക്കാണല്ലോ. അപ്പം ആതില പറയാണ്, ഞാനതൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം